നമസ്കാരം. യുദ്ധത്തിന് പറയാൻ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് എന്നും ബാക്കി. വിനാശമല്ലാതെ മറ്റൊന്നും യുദ്ധം സമ്മാനിച്ച ചരിത്രം നമുക്ക് ചൂണ്ടിക്കാട്ടാനുമില്ല. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും തുടങ്ങിയ യുദ്ധം ഇന്ന് 100-ാം ദിവസമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെയും മിനാബിലെ പിഞ്ചുകുട്ടികളെയും കൊന്നുതള്ളിയ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ലോകത്തെയാകെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. വലിയ സാമ്പത്തിക മാനുഷിക പ്രതിസന്ധിയിലൂടെ ലോകം കടന്നുപോകുമ്പോൾ ഗൾഫ് മേഖലയിലെ ഇറാന്റെ തിരിച്ചടിയുടേതുൾപ്പെടെ വലിയ ആഘാതം ഏറ്റുവാങ്ങിയത് ഏഷ്യൻ രാജ്യങ്ങളാണ്. പാചകവാതകത്തിന് രാജ്യത്ത് ഇന്നും 29 രൂപ ഉയർന്നത് ഓരോ മനുഷ്യന്റെയും അടുക്കളയിൽ വരെ യുദ്ധക്കെടുതിയെ അടയാളപ്പെടുത്തുന്നു. അതിനുമപ്പുറമാണ് ഇറാനിലും ലെബനനിലും ഗൾഫ് മേഖലകളിലുമായി നഷ്ടപ്പെട്ട 7000 ജീവനുകൾ, പരിക്കേറ്റ ആയിരങ്ങൾ. ഈ നഷ്ടങ്ങൾക്കിടയിൽ നേട്ടമുണ്ടാക്കിയത് ആരാണ്? ഇറാനെ വേഗം തീർക്കാനാകുമെന്ന് കണക്കുകൂട്ടിയ അമേരിക്കയ്ക്കും ഇസ്രയേലിനും തെറ്റിയോ? ഇറാന്റെ ചെറുത്തുനിൽപ്പാണോ ബാക്കിയാകുന്നത്? ശാശ്വത സമാധാനം ഇനിയും അകലെയോ? പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ, കേണൽ ഡിന്നെ, BJP പ്രതിനിധി, ഒപ്പം സജിമോൻ ആന്റണി, മാധ്യമപ്രവർത്തകൻ, അമേരിക്കയിൽ നിന്നും എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോസഫ് ആന്റണി, 100 ദിവസമായിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം. വളരെ വേഗം ഇറാനെ തീർക്കും എന്നതായിരുന്നു ഈ ആക്രമണം തുടങ്ങുമ്പോൾ ട്രംപും നെതന്യാഹുവും പറഞ്ഞിരുന്നത്. കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യം വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 100 ദിവസത്തിലേക്ക് ഈ യുദ്ധം എത്തുമ്പോൾ തുടങ്ങിയവർക്ക് പാളിയിരിക്കുകയാണ്. രേണുക പറഞ്ഞത് വളരെ ശരിയാണ്. 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ഇറാനെതിരെ ആരംഭിച്ച നിയമവിരുദ്ധമായ യുദ്ധം ഇപ്പോൾ 4-ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഒന്ന്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയും പശ്ചിമേഷ്യയുടെയും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ശരിയായ തരത്തിൽ വിലയിരുത്തുന്നതിൽ അമേരിക്കൻ ഭരണകൂടത്തിനുണ്ടായ പരാജയമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ട്രംപിന് മുൻപ് ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഇറാനെതിരെ സൈനികമായ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായിട്ടില്ല. പുറമേ നിന്ന് ഇപ്പോൾ ഇറാഖിനെ കൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളിൽ കാര്യങ്ങളിൽ അമേരിക്ക ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലും നേരിട്ടുള്ള യുദ്ധത്തിന് അവർ തയ്യാറാകാതിരുന്നത് തീർച്ചയായിട്ടും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, പശ്ചിമേഷ്യയിലെ രാജ്യവും ആ പശ്ചിമേഷ്യയുടെ സാമ്പത്തികമായ ജിയോപൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കിയത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒബാമയെ പോലെയുള്ള പ്രസിഡന്റ് ഈ ആണവ ശക്തി വികസിപ്പിക്കുന്നു ഇറാൻ എന്നറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ജോൺ കെറിയെ പോലെയുള്ള വെൻഡി ഷെർമാനെ പോലെയുള്ള പരിണതപ്രജ്ഞരായ ഡിപ്ലോമാറ്റുകളെ 2.5 വർഷത്തോളം വിട്ട് ഇവരുമായിട്ട് നിരന്തരമായ ചർച്ചകൾ നടത്തി ഈ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം 2015-ൽ വിജയിച്ചത്. അതാണ് ശരിയായിട്ടുള്ള മാർഗവും എന്ന് അദ്ദേഹം അറിഞ്ഞതുകൊണ്ടാണ്. എന്നാൽ അതിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാലോ അത് ഒരു പക്ഷേ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദത്താലോ നമുക്കെല്ലാവർക്കും അറിയാം 2015-ൽ ആ കരാർ ഒപ്പിട്ട സന്ദർഭത്തിൽ തന്നെ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു കഴിയാവുന്നതെല്ലാം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സമ്മർദ്ദങ്ങൾക്കോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കോ എതിരായി അമേരിക്കൻ പാർലമെൻറ്റ് ജോയിൻറ്റ് ഹൗസിനെ വന്ന് അഡ്രസ്സ് ചെയ്യുക വരെ ചെയ്തു നെതന്യാഹു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമാധാനത്തിൻ്റെയോ ചർച്ചയുടെയോ പാതയല്ലാതെ ഈ യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നടത്തിക്കളയാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഈ യുദ്ധം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പശ്ചിമേഷ്യയിൽ മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ജനങ്ങളെയും, നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും ദുരിതക്കയത്തിൽ, സാമ്പത്തിക ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന യുദ്ധമായി അത് മാറി. ഇപ്പോൾ എന്തുകൊണ്ടാണ് 100 ദിവസമായി ഈ യുദ്ധം തുടങ്ങിയിട്ട് അവർ 2 കാര്യങ്ങൾ ഇതിനകത്ത് ഒരു തിയറട്ടിക്കലായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. സജിമോൻ ആന്റണിയെ പോലെയും ഒക്കെ ഉള്ള ആളുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിനകത്ത് ഈ യുദ്ധം, ഇങ്ങനെയൊക്കെയുള്ള യുദ്ധം ആരംഭിക്കുമ്പോഴുള്ളൊരു കുഴപ്പം,
പിന്നെ റോബർട്ട് പേപ്പ് എന്ന് പറയുന്ന അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. റോബർട്ട് പേപ്പിനെ പോലെയുള്ള ആളുകൾ പറയും ഇങ്ങനെ ഒരു വലിയൊരു സൈനിക ശക്തി ഒരു രാജ്യത്തിനെതിരായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ചിലപ്പോൾ ഒരു എസ്കലേഷൻ ട്രാപ്പിൽ ചെന്ന് പെടാം. അതായത് ഒരു യുദ്ധം തുടങ്ങി, യുദ്ധം വിജയിച്ചതുമില്ല, യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല, പിന്മാറാനും കഴിയുന്നില്ല. ഒരു സൈനികമായ ശക്തിയുള്ള രാജ്യം പിന്നെ മറ്റൊരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണ ലക്ഷ്യം പെട്ടെന്ന് സാധിക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്മാറാൻ കഴിയില്ല. കാരണം സൈനികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ ശക്തമായ രാജ്യം ഒരു ചെറിയ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിയിട്ട് പിന്മാറിയാൽ അത് നാണക്കേടാകുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും ആ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. അങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമ്പോഴുണ്ടാകുന്ന ആപത്താണ് വാസ്തവത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയ ചിന്തകന്മാർ എസ്കലേഷൻ ട്രാപ്പ് എന്നാണ് പറയുന്നത്. അത്തരമൊരു എസ്കലേഷൻ ട്രാപ്പിലാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയും പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിനും ഉള്ള ഒരു പ്രശ്നമായി കാണപ്പെടുന്നത് ഈ അസിമെട്രിക് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. ആൻഡ്രൂ മാക്ക് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ചിന്തകൻ 1975 അവതരിപ്പിച്ചാണ് ഈ അസിമെട്രിക് ബാർഗെയിൻ എന്ന് പറയുന്നതിനകത്തുള്ള പ്രശ്നം ഇവിടെയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു സാമ്പത്തിക സൈനിക ശക്തിയുള്ള രാജ്യം ഒരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഈ യുദ്ധം അങ്ങോട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ സൈനികമായി ശക്തിയുള്ള രാജ്യത്തിന് വിജയിക്കാൻ കഴിയത്തില്ല പലപ്പോഴും. എന്തുകൊണ്ടാണ് വിജയിക്കാൻ കഴിയാത്തത്? ഈ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തെ സംബന്ധിച്ച് അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് അവർക്കുണ്ട്, ആ നാഷണൽ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ രാജ്യം എന്ത് വില കൊടുക്കാനും എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകും. പക്ഷേ അത്തരമൊരു കമ്മിറ്റ്മെൻറ്റ് ഈ വലിയ ശക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം ആ യുദ്ധങ്ങൾ അവസാനിക്കുന്നത് ദുർബലമായ രാഷ്ട്രത്തിൻ്റെ നേട്ടം കൊയ്തുകൊണ്ടായിരിക്കും അവസാനിക്കുക എന്ന് ഈ പറഞ്ഞ ചിന്തകന്മാർ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധം നാളെ അവസാനിക്കും, ഇന്ന് അവസാനിക്കും, 90% ശരിയായി, 95% ശരിയായി, അടുത്ത ദിവസം ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് പറയാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം യുദ്ധം തുടങ്ങിയ രണ്ട് രാജ്യങ്ങൾ, ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ലക്ഷ്യങ്ങൾ രണ്ടാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അന്തിമമായ ലക്ഷ്യം. എന്നാൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമല്ല, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഏതാണ്ട് നേടി എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്മാറാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അമേരിക്കയിലെ ഇസ്രായേൽ ലോബിയും തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറാൻ ഡൊണാൾഡ് ട്രംപിനെ അനുവദിക്കാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ തീരും, ഇപ്പം നാളെ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കരാർ കൊണ്ടുവന്നു. ആ കരാറിലെ പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതായിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്നൊരു നിർദ്ദേശം വന്നപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? അതല്ല പ്രധാനപ്പെട്ട ആവശ്യം, ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി അവസാനിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ABCD എന്നുള്ള ഒരു 4 അക്ഷരം കൊണ്ട് നമുക്ക് നിർവചിക്കാവുന്ന കാര്യമാണ്. പിന്നെ ABCDയിൽ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ ഡീന്യൂക്ലിയറൈസേഷൻ, ചേഞ്ച് ഓഫ് റെഷീം, ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ആൻഡ് ദിസ് അറ്റോമിക് പിന്നെ പവർ. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളിൽ നമുക്ക് ഇറാനിന് എതിരായിട്ട് ഇവർ ആക്രമണം നടത്തിയതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. പക്ഷേ ഈ 4 ലക്ഷ്യങ്ങളിൽ ഒന്നും തന്നെ വാസ്തവത്തിൽ ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ 100 ദിവസം ഒരു ഏപ്രിൽ 8 വരെയുള്ള ആക്രമണം, അതിനുശേഷമുള്ള ചർച്ചകൾ, ഇതിലൂടെയൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ കാണുന്ന ഒരു ഡിലമ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലോക സമ്പദ് വ്യവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും അമേരിക്ക സമ്പദ് വ്യവസ്ഥ, ശ്രീ സൈമൺ ആന്റണി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വായിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഒരു ഗ്യാലൻ ഗ്യാസലിന് ഏതാണ്ട് $5 വരെ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അമേരിക്കക്കാർ എണ്ണ മറ്റുള്ള ആശ്രയിക്കുന്ന രാജ്യമല്ല. ആ രാജ്യം പോലും പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ടാകുന്നു, MP-മാർ, കോൺഗ്രസ് അംഗങ്ങൾ സമ്മർദ്ദമുണ്ടാക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരെയും നമ്മൾ ലോകത്തുള്ളവരെല്ലാവരും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇവിടെ ഇപ്പോൾ വിചാരിച്ച ലക്ഷ്യങ്ങളിലേക്ക് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ എത്താനായോ എന്നൊരു സംശയം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പല കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതൊന്നും നേടാനായിട്ടില്ല എന്നത് മനസ്സിലാക്കാം. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെന്ന് വെളിപ്പെട്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ വ്യക്തമാക്കാൻ പോലും കഴിയാത്ത സാഹചര്യം പോലുമുണ്ട്. ഇവിടെ 100 ദിവസം പിന്നിടുമ്പോൾ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്? ഇറാന്റെ ചെറുത്തുനിൽപ്പാണോ കാണുന്നത്? കഴിഞ്ഞ ദിവസം മുജ്തബ ഖമനയുമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. ലബനനിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തി എന്ന് ട്രംപ് തന്നെ പറയുന്നു. അപ്പോൾ പ്രോക്സി സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്താനും ഈ റെജീം ചേഞ്ചിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അമേരിക്ക അവിടുത്തെ പരമോന്നത നേതാവുമായി ആശയവിനിമയത്തിന് തയ്യാറാണെന്ന് പറയുന്നതുമൊക്കെ കേൾക്കുമ്പോൾ
അത് ആരുടെ വിജയമാണ്? ഇതിനകത്ത് അമേരിക്കയ്ക്ക് ലക്ഷ്യമില്ല എന്ന് ഞാൻ പറയില്ല. ലക്ഷ്യത്തോടു കൂടിയാണ് ഇറങ്ങിയത്, പക്ഷെ അത് മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. അതായത് ആദ്യത്തെ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോൾ അല്ലെ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും പുതിയൊരു ലക്ഷ്യം ഉണ്ടാക്കുന്നു. അതും സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മൂന്നാമതൊരു ലക്ഷ്യം പറയുന്നു. അങ്ങനെ വന്നിപ്പോ ആറാമത്തെ ലക്ഷ്യത്തിലാണ്. അതായത് ഇല്ലാത്തൊരു ലക്ഷ്യം, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പൊ തുറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ ആയി. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പരാജയം സംഭവിച്ചു. കൃത്യമായ ലക്ഷ്യം റെജീം ചേഞ്ച് പറഞ്ഞു, സാധിച്ചിട്ടില്ല. ന്യൂക്ലിയർ ഡിസാർമമെന്റ് പറഞ്ഞു, സാധിച്ചിട്ടില്ല. ഇവരുമായിട്ടൊരു ഡീല് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതേപോലെ പ്രോക്സികളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു, സാധിച്ചിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ 100 ദിവസത്തിനിടയിൽ ലോകത്ത് മൊത്തമുള്ള എല്ലാ രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി എന്നതിനപ്പുറം വലിയൊരു നേട്ടം അമേരിക്കയ്ക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അവർക്കും പ്രതിസന്ധിയുണ്ട്. ഇപ്പൊ നമ്മളിവിടെ, ഞാൻ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി പറയുന്ന കാര്യമല്ല ഇത്, എങ്കിലും നമ്മളിപ്പം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് പെട്രോൾ വില ഇന്ത്യയിൽ കൂടുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ 10% പോലും നമ്മുടെ ഇവിടെ കൂടിയിട്ടില്ല. ഈ പറയുന്ന യുദ്ധം തുടങ്ങിയ, ഇസ്രായേലിന് വേണ്ടി യുദ്ധം തുടങ്ങിയ അമേരിക്കയിൽ 50%-അടുത്താണ് പെട്രോൾ വില കൂടിയിരിക്കുന്നത്, 50%-അടുത്താണ് ഡീസൽ വില കൂടിയിരിക്കുന്നത്, 20%-അടുത്താണ് ട്രാവൽ എക്സ്പെൻസസ്. അതായത് കഴിഞ്ഞ വർഷം 1 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാൾ ഈ വർഷം 1,20,000 രൂപ കൊടുക്കേണ്ട അവസ്ഥ. പേഴ്സണൽ സേവിങ്സ് വളരെ തുച്ഛമായ നിലയിലേക്ക് കുറയുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ അവിടെ ഇരിക്കുന്ന അമേരിക്കക്കാരനെ വരെ ബാധിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഇതിന്റെ പരാജയം എത്രമാത്രം അമേരിക്കയും എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ കണക്കുകൾ വെച്ച് നോക്കിയപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്ന ആയിക്കോട്ടെ, കുറെയൊക്കെ പ്രോക്സികളുടെ സ്ട്രെങ്ത് ഇല്ലാതാക്കുന്ന ആയിക്കോട്ടെ, അമേരിക്ക നേടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു നാണക്കേട് തീർച്ചയായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എലക്ഷൻ അടുത്തു വരുന്നു എന്നുള്ളൊരു ഭയം മറുവശത്തുണ്ട്, രണ്ടു കൂട്ടർക്കും. നെതന്യാഹുവിന് ഒക്ടോബർ 27 ഇലക്ഷൻ വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിച്ചേക്കാം. ഇപ്പോഴത്തെ സർവേ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്തൊരു പ്രൈം മിനിസ്റ്ററായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ത്രെറ്റ് നിൽക്കുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നവംബറിൽ മിഡ് ടേംസ് വരുമ്പോൾ സെനറ്റും കോൺഗ്രസും ഉള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭയം നിൽക്കുന്നു. അപ്പൊ ഇരു കൂട്ടരുടെയും ശക്തിയെയും പ്രാധാന്യത്തെയും ഒരുപക്ഷെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഇലക്ഷൻസ് വരാനിരിക്കുമ്പോഴത്തേക്കും ഇറാൻ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇത് എത്രത്തോളം മുന്നോട്ട് നീങ്ങുന്നോ അത്രത്തോളം അമേരിക്കയുടെ നെഗോഷിയേഷൻ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ട്രംപ് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് ഇറാൻ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് പൊക്കോട്ടെ എന്നാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് മിഡിൽ ഈസ്റ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും മിഡിൽ ഈസ്റ്റിനെ ഈ ഒരു രീതി കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേരും പൊക്കോണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പം മറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ അവരുടെ 60%-ലേറെയുള്ള ഓയിൽ നീഡ്സിനായിട്ട്, ഓൺ ആവറേജ് 60%-ലേറെ ഓയിൽ നീഡ്സിനായിട്ട് നമ്മൾ സമീപിച്ചുകൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. ഇപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പ്രശ്നം വന്നതോടെ ഒരു കാര്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായി. ഇന്ത്യ മാത്രമല്ല, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെയൊക്കെ നഷ്ടം ഉണ്ടാകുന്നത് മിഡിൽ ഈസ്റ്റിനാണ്. അതേപോലെ ദുബായ് പോലെ, സിംഗപ്പൂർ പോലെ വളർന്നു വന്ന ദുബായ്ക്കൊക്കെ അവിടെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആൾക്കാർക്കിടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നഷ്ടം മിഡിൽ ഈസ്റ്റിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നഷ്ടങ്ങളുടെ കണക്ക് നമുക്ക് വേണമെങ്കിൽ നിരത്താമെന്നല്ലാതെ ഇവിടെ ഒരു ലക്ഷ്യം കണ്ടെത്താൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇനി മുന്നോട്ട് ദിവസങ്ങൾ നീളും തോറും അമേരിക്കയ്ക്കും ഇസ്രായേലിനും നെഗോഷിയേഷൻ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കാണേണ്ടത് ഇറാനാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഓൺ പേപ്പർ മറ്റ് കണക്കുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പെർസ്പെക്റ്റീവ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറാൻ വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇറാന് ചെറുത്ത് നിൽക്കാൻ സാധിച്ചത് തന്നെ അവരുടെ ഒരു വിജയമാണ്. മാത്രമല്ല ഇതിൻ്റെ അതൊരു പ്രശ്നം ഇതാണ്, അതായത് അമേരിക്കയ്ക്ക് നേരത്തെ ശ്രീ ജോസഫ് ആന്റണി പറഞ്ഞ പോലെ തന്നെ അമേരിക്കയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ട്, ഇസ്രായേലിനെ നഷ്ടപ്പെടാനുണ്ട്. പക്ഷെ ഇറാൻ ഒന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്താ ഇതിൽ കൂടുതൽ പറയാനുള്ളത്? ലോകത്തുള്ള എല്ലാ സാങ്ഷൻസും അവർക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ടെററിസ്റ്റ് സംഘടന മുദ്ര കുത്തിയ IRGC ആണ് അവരെ റൺ ചെയ്യുന്നതെന്നൊരു ഒരു വാദമുണ്ട്. അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു, ഇൻഫ്ലേഷൻ അനുഭവിക്കുന്നു വാദമുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് വാദമുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറൻസിയോ ഏത് കാര്യം പറഞ്ഞാലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഇലക്ഷൻ വരുന്നു, APAC പോലുള്ള ഇസ്രായേലി സംഘടനകൾക്ക് ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷൻ വരാം രാഷ്ട്രീയക്കാർക്ക്. അതേപോലെ ലോകത്തെ ഏറ്റവും വലിയ എക്കോണമി എന്നുള്ള ഒരു ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെമോക്രസി എന്നുള്ള ഒരു വില അവിടെ നഷ്ടപ്പെടുന്നു. അവരുടെ ഗ്ലോബൽ കറൻസിയായ ഡോളറിനെ ഉള്ള പ്രാധാന്യം നഷ്ടപ്പെടുന്നു. ആളുകൾ ഡോളറിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആദ്യ ദിനങ്ങളിലെ പോലെ അമേരിക്കയ്ക്ക് നെഗോഷിയേഷൻ പവർ കാണണമെന്നില്ല ഇനിയുള്ള ദിവസം. ശരി, എന്താണ് സമാധാന ചർച്ചകളുടെ ഭാവി എന്നതിലേക്ക് കൂടി നമുക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ സജിമോൻ ആന്റണി, ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ചാണ്. പക്ഷേ ഈ 100 ദിവസത്തിനിടയിൽ പല ഘട്ടങ്ങളിൽ രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് വഴിക്കാണോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള
ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള പ്രതികരണം. ഭ്രാന്തൻ എന്ന് നെതന്യാഹുവിനെ വിളിക്കേണ്ടി വന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുൻപിൽ ട്രംപിന്. മാത്രവുമല്ല, താൻ ഇല്ലായിരുന്നുവെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ല നെതന്യാഹു, രക്ഷിച്ചത് താനാണ് എന്നൊരു അവകാശവാദവും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് നേരെ വരെ മൊസാദിന്റെ ചാരക്കണ്ണുകളുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നീക്കം ഇസ്രയേൽ ആ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ചാരപ്പണിയിലൂടെ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ബന്ധം തീർത്തും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ 100 ദിവസം എത്തിച്ചിട്ടുണ്ടോ? പരസ്പര വിശ്വാസം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ നഷ്ടമായിട്ടുണ്ടോ? അമേരിക്കയെ കുഴിയിൽ ചാടിച്ചത് യഥാർത്ഥത്തിൽ നെതന്യാഹു ആണോ? രേണുക, ഈ 100 ദിവസം പിന്നിടുന്ന ഇന്ന് നമ്മൾ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത് വേൾഡ് കളക്റ്റീവ്ലി ഫെയിൽഡ്. അതാണ് ഫസ്റ്റ് സെന്റൻസ് എൻ്റെ മനസ്സിൽ വരുന്നത്. രണ്ടാമത്തേത് ആക്ച്വലി അമേരിക്കയും ഇറാനും ഇതിനകത്ത് ഇസ്രായേൽ ഉൾപ്പെടെ എക്സെപ്റ്റ് ഇസ്രായേൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു സേഫ് എക്സിറ്റ് ആണ് നോക്കുന്നത് എന്നുള്ളതാണ് ഈ 2 സെന്റൻസ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ 100 ദിവസത്തിൽ ആരൊക്കെ എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഒരിക്കലും ഒന്നും നേടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒന്നും കൂടെ ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു യുദ്ധമാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 3800 തൊട്ട് 6000 പേര് കൊല്ലപ്പെട്ടു, ഇൻക്ലൂഡിങ് സം ചിൽഡ്രൻസ്. അമേരിക്കൻ ലൈഫ് ലോസ്റ്റ് ആയി. ഫ്യൂ എയർക്രാഫ്റ്റ് താഴെ പോയി. ന്യൂക്ലിയർ ബോംബ് എടുക്കാനാണ് പോയത്. ആ ന്യൂക്ലിയർ ബോംബ് സ്റ്റിൽ ദെയർ, മേ ബി ഡാമേജ്ഡ്, എന്നാലും അത് അവിടെ തന്നെ ഉണ്ട്. എന്നാൽ അതോടൊപ്പം നമ്മൾ വേറൊരു ബോംബും കൂടെ ഇൻവെന്റ് ചെയ്തു. അതാണ് ഹോർമൂസ് ബോംബ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനൊരു റിമോട്ട് യുദ്ധം വരുമ്പം ആ യുദ്ധത്തിന്റെ സൈഡ് ഇഫക്റ്റ് ആ രാജ്യത്തെയും അല്ലെ പോകുന്ന കൺട്രിയിലും മാത്രമായിരുന്നുവെങ്കിൽ ഇത് ലോകമാകമാനം ഒരുമിച്ച് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇക്കണോമിക്കൽ നെഗറ്റിവിറ്റി ലോകത്തിൽ എല്ലാവർക്കും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധം കൊണ്ടുപോയി. വേൾഡ് ലീഡേഴ്സിന്റെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഡിപ്ലോമാറ്റിക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരു പരിധി വരെ ഇല്ലാതായി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ സിഗ്നിഫിക്കൻ്റ്ലി അത് താഴേക്ക് വന്നു. പിന്നെ പറയാനുള്ളത് ഈ പെട്രോളിന്റെ ഗ്യാസിന്റെ, അതായത് ഇന്ത്യയുടെ കാര്യം, അതായത് ഇന്ത്യയുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ അവർക്ക് ഒത്തിരി നഷ്ടമുണ്ട്. ഞാനിവിടെ ഇരുന്ന അമേരിക്കയിൽ നിന്ന് പറയുമ്പം ഞങ്ങൾക്ക് അമേരിക്കൻ പൗരനും ഒത്തിരി നഷ്ടങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞോട് യോജിക്കുന്നു. ഏകദേശം 50% ഗ്യാസ് സിലിണ്ടർ പ്രൈസ് $2.30 കടന്നത് $4.5 തൊട്ട് $5 വരെയാണ് ഇന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിൽ 3-4 വണ്ടി ഉണ്ടെങ്കിൽ $200 ഒരാഴ്ച നമുക്ക് ഗ്യാസിലിന് അഡീഷണൽ സ്പെൻഡ് ചെയ്യാൻ വരുന്നു. മെറ്റീരിയൽ കോസ്റ്റ് 2.2% ഇൻഫ്ലേഷൻ കടന്നത് ഇത് 4.6 വന്നു. അതൊക്കെ അമേരിക്കയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ ഇൻഫ്ലേഷൻ 7 അല്ലെങ്കിൽ 8 എന്നൊക്കെ പറയുമ്പോൾ നോർമലാണ്. പക്ഷെ അമേരിക്കയിൽ എനിത്തിങ് അബൌട്ട് 2 അൺതിങ്കബിൾ ആണ്. അതൊരു വലിയൊരു ഫെയിലിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് 2.2 എന്നുള്ളത് അത് തിരിച്ച് 4.6 4.5 എന്നിലേക്ക് വരുന്നു. പിന്നെയുള്ളത് ഒരാൾക്ക് ഇവിടെ ഒരു നേട്ടം വരുന്നുണ്ട്, അത് നമ്മൾ പറയാതെ പോകുന്ന, അല്ലെ മീഡിയ പോലും എന്താ പറയുന്നത്, നെഗറ്റീവായി പോകുന്ന ഒരു കാര്യം. പുടിൻ ഈസ് വിന്നിങ്, റഷ്യ ഈസ് വിന്നിങ് എന്ന് ഞാൻ പറയും. കാരണം അത് ബോധമില്ലാതെ അങ്ങ് പറയുന്നില്ല. കാരണം അമേരിക്കയുടെയും ലോകത്തിന്റെയും മൊത്തം ഗോള് അല്ലെങ്കിൽ കണ്ണുകൾ ഇറാൻ അമേരിക്ക ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പം ആരും അറിയാതെ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു റീസണബിൾ ഇല്ലാതെ തുടങ്ങിയത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതാണ്, എല്ലാവരും ഒരുമിച്ച് എഗ്രി ചെയ്ത കാര്യമാണ്. അത് അൺനോട്ടീസ് ആയി പോകുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഈ ക്രൂഡ് ഓയിലിന്റെയും മറ്റ് പെട്രോളിയം ബൈ പ്രൊഡക്റ്റിന്റെ ഒക്കെ വില കൂടുമ്പം അതിനൊരു ഡയറക്റ്റ് ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് റഷ്യയുടെ ആണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വില കൂടുമ്പം അവര് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന വിലയ്ക്ക് നോർമലി അത് കിട്ടും. അപ്പൊ അവർക്ക് റീപ്ലനിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയാണ്. ആ ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം രേണുക മുമ്പേ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വീഴ്ച ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി നോട്ട്. എന്നാൽ ചില വാഗ്വാദങ്ങൾ, പലപ്പോഴും ട്രംപ് പറഞ്ഞ വേർഡുകളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുടെ ഒരു പാർട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം അത് എഫ് കൂട്ടിയോ അത് എന്താണെങ്കിലും അത് ഉള്ളതെന്ന് പറയും. അപ്പൊ ആ ഒരു ശൈലിയുടെ പാർട്ടാണ്. എന്നാൽ ഇതിന് തർക്കമില്ല, അമേരിക്കൻ ജനത ഈ യുദ്ധത്തെ നിരാകരിക്കുന്നു. ഏകദേശം തുടങ്ങിയ സമയത്ത് 55% ഉണ്ടെങ്കിൽ ആസ് വി സ്പീക്ക് നൗ 69% അമേരിക്കൻ ജനത ഈ യുദ്ധത്തിന് പോയ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ പഴിചാരുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വാർ അല്ല, ദിസ് ഈസ് നോട്ട് അവർ വാർ,
then why are we there? എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഇത് ചെയ്യുന്നത്? ഇതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് ഇത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ ഈ രാജ്യത്തെ സിറ്റിസൺ ആയിക്കൊണ്ട് ആ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ദീസ് ആർ ദ ഫാക്ട്. കാരണം മീഡിയയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് സത്യം പറയുക എന്നുള്ളതാണ്, ഒരു ബാലൻസ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷന് നേരെ ഒത്തിരി കൈകൾ ചൂണ്ടുന്നുണ്ട് ലോക്കലി എന്നുള്ള കാര്യം. ഇത് ഇലക്ഷന് എന്ന് തുടങ്ങിയ കഴിഞ്ഞ 3-4 മാസമായിട്ട് എന്തൊക്കെ ബൈ ഇലക്ഷൻ അവിടേക്ക് അമേരിക്കയിൽ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ട്രംപ് അനുകൂലിച്ച പാർട്ടികൾക്ക് അല്ലെ കാൻഡിഡേറ്റ്സിന് വലിയ വൻ പരാജയം നേരിടേണ്ടി വരുന്നു. ഇനി വരാൻ പോകുന്ന നവംബറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സെനറ്റും സിഗ്നിഫിക്കന്റ്ലി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയിം ഡക്ക് ആയിരിക്കും. മീൻസ് ഇവിടെ ഒരു പോളിസി ഷിഫ്റ്റ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എന്തുമാത്രം എക്സിക്യൂട്ടീവ് പവർ ഉണ്ട് എന്ന് പറഞ്ഞാലും 2-3 വിങ്ങുകളുടെ ഉണ്ട്. US സെനറ്റ്, US കോൺഗ്രസ്, സുപ്രീം കോർട്ട് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത്. അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വൈറ്റ് ഹൗസ്, സുപ്രീം കോർട്ട്, US സെനറ്റ്, US കോൺഗ്രസ് എല്ലാം ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സൂപ്പർ മജോറിറ്റിയിൽ ഇരിക്കുന്ന സമയമാണ്. എന്നാൽ ഒരു തവണ നവംബർ ഇലക്ഷനിൽ ഒരു സിഗ്നിഫിക്കന്റ് ലോസ് ഉണ്ടായി, വൈറ്റ് ഹൗസ് ഇരുന്നു, അത് പോകത്തില്ല ഏതായാലും. പക്ഷേങ്കിൽ കോൺഗ്രസും സെനറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ കാതലായ തീരുമാനങ്ങളൊന്നും ഈ അഡ്മിനിസ്ട്രേഷന് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ 2 വർഷം കൂടി അഡീഷണൽ എങ്ങനെയെങ്കിലും തള്ളി ആ ടേം എൻഡ് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വളരെയധികം എംബഡഡ് ആണ്. അത് ഒരു 1-2 ഡയലോഗ് കൊണ്ടോ അല്ലെ 1-2 ചെറിയ ഇഷ്യൂ കൊണ്ടോ ഒരു ബന്ധം പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം മാറി വന്ന ഗവൺമെന്റുകൾ, ഡെമോക്രാറ്റ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഒരിക്കലും ഇസ്രായേലുമായിട്ട് തള്ളിപ്പറയുന്ന അല്ലെ എതിര് പറയുന്ന ഒരു പോളിസിയിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഒരു എന്താ പറഞ്ഞ മുമ്പേ പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഒബാമയുടെ സമയത്ത് ഈവൻ ഒരു പരിധി വരെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ടൈമിലും അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് ഏതാണെങ്കിലും ആര് വൈറ്റ് ഹൗസിലായിരുന്നുവെങ്കിലും എപ്പോഴും ഇസ്രായേലുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഒരു ടോട്ടൽ കൺട്രോൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറിഞ്ഞോ അറിയാതെയോ ഒരു കൈ കൊടുത്ത് ഡ്രാഗ് ചെയ്ത് ഒറിജിനൽ പോളിസിയിൽ എനിക്കറിയാൻ പറ്റുന്നത് ഇതാണ്. ഏകദേശം 5 ദിവസം അല്ലെ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്ത് അവിടെയുള്ള മെജോറിറ്റി ഓഫ് ലീഡർഷിപ്പിനെ, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിനെ നശിപ്പിച്ചുകൊണ്ടിട്ട് പുതിയൊരു റെജീമിനെ കൊടുത്തുകൊണ്ട് ന്യൂക്ലിയർ ബോംബിന്റെ, അതായത് ഒബാമ അഡ്മിനിസ്ട്രേഷൻ 2013 ആ സമയത്ത് ഒരു നെഗോഷിയേഷൻ വെച്ചപ്പം അത് 8-10 വർഷം അതിനെ തള്ളിക്കളയുമായിരുന്നു ആ ഒരു ന്യൂക്ലിയർ ഇതിന്റെ ഒരു എൻറിച്ച്മെന്റ് പ്രോസസ്സിനെ. അത് അപ്പൊ അതിനെ ചർച്ചയിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രഷർ ടാക്ടിക്സിലൂടെ അടുത്ത 10-15 വർഷത്തേക്ക് തള്ളുക എന്നുള്ളതിന് പകരം ഇവര് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഗോൾ എന്ന് പറഞ്ഞത് ഈ ഒരു മിലിറ്ററി മൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇറങ്ങി തിരിച്ച് അവിടെ നിന്ന് ഇപ്പോൾ ഒരു എക്സിറ്റ് അടിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്റേണലി പറയുകയാണെങ്കിൽ ഇവിടെ അമേരിക്കൻ ജനത ഈ യുദ്ധത്തിനല്ല 70% ആൾ, വിച്ച് ഇസ് ഇൻക്ലൂഡിംഗ് മാഗ റിപ്പബ്ലിക്കൻസ് ആയ ടക്കർ കാൾസനും മേഗൻ ഗലി ഉൾപ്പെടെയുള്ള ടോപ്പ് ലെയറിലുള്ള റിപ്പബ്ലിക്കൻസ് പോലും ട്രംപിനെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇന്നലെ ഒരു വോട്ട് നടന്ന, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വോട്ടല്ല, സ്ലോലി അമേരിക്കയിലുള്ള സെനറ്റേഴ്സ്, റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സും ഈവൻ ട്രംപിന് എതിരെ സംസാരിക്കാനുള്ള ഒരു കറേജ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് വരെ അത് വളരെ അൺലൈക്ലി ആയിരുന്നു. കാരണം ആരൊക്കെ ട്രംപിനെതിരെ സംസാരിച്ചു അവരൊക്കെ ഒരു സിഗ്നിഫിക്കന്റ് ലോസ് ഇലക്ഷനിൽ പോകുന്നതും അല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്കൽ എറീനയിൽ നിന്ന് മാറി നിൽക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കണ്ടുന്നത്. എന്നാൽ അതിനൊരു ചേഞ്ച് വരുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടുന്ന് പറയാനുള്ളത്. തീർച്ചയായും ആഭ്യന്തരമായി വലിയ എതിർപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് നേരിടുന്ന എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. കേണൽ ഡിന്നി, ഇവിടെ ഇപ്പോൾ 100 ദിവസമാകുമ്പോൾ ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും അതിൻ്റെ കെടുതികൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഏഷ്യൻ രാഷ്ട്രങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ കെടുതികൾ നേരിടുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്രോൾ വിലയിൽ, പാചകവാതക വിലയിൽ ഒക്കെയുള്ള വർധന അത് എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും അത് സംഭവിക്കുന്നു. ഇന്ന് പാചകവാതകത്തിന് 29 രൂപ കൂടിയിരിക്കുന്നു. പക്ഷേ മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള വർധന ആനുപാതികമായി അതിൽ കുറവാണ് എന്നത് കാണാം. എങ്കിൽ പോലും ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ചായയ്ക്ക് പോലും 7-8 രൂപയുടെ വർധന ഈ കുറഞ്ഞ കാലത്തിനകം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ജോലി നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അത് വലിയ രീതിയിൽ നമ്മളുടെ സാമ്പത്തിക മേഖലയെയും ഒപ്പം തന്നെ തൊഴിൽ നഷ്ടം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതും നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. ഇനിയും ഈ യുദ്ധം നീണ്ടുപോയാൽ
ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഇന്ത്യക്ക് എത്രമാത്രം ഇതിനെ ഈ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും? എങ്ങനെയാണ് രാഷ്ട്രം ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണേണ്ടത്? മാഡം, ആദ്യം മാഡത്തിന് ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ, അതായത് ഇനിയും ഈ യുദ്ധം നീണ്ടുപോകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഒരു മാറ്റർ ഉണ്ട്. അപ്പൊ അതിനകത്ത് നേരത്തെ പറഞ്ഞ പാനലിസ്റ്റ്, പിന്നെ ഞാൻ BJP മാത്രമല്ല ഒരു ഇന്റർനാഷണൽ റിലേഷൻസിന്റെ സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ എൻത്യൂസിയാസ് എന്നുള്ള ആ ഒരു അനാലിസിസും കൂടെ എനിക്ക് പറയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഇതിപ്പോ നേരത്തെ ആന്റണി സാറും ജോസഫ് ആന്റണി സാറും ശ്രീ നിർമ്മലും ഒക്കെ പറഞ്ഞു തന്നെയാണ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരവും. അതായത് ഇവിടെ ഒരു ഓണറബിൾ എക്സിറ്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ കൊടുക്കുന്നില്ല. അതാണ് സത്യം. ആക്ച്വലി ഓഫ് റാമ്പ് എന്ന് പറഞ്ഞിട്ട് ഇറാൻ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡൊണാൾഡ് ട്രംപ് ഇത് നിർത്തുകയാണെങ്കിൽ പെർസെപ്ഷൻ വൈസ് US ഇത് തോറ്റു എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഓൾറെഡി പോയിരിക്കുന്നത്. 100 ദിവസം ഇറാൻ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറാൻ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പെർസെപ്ഷൻ വാറിൽ US പിന്നിലാണ്. കാരണം US-ന്റെ 40-ൽ മുകളിൽ ഉള്ള എയർക്രാഫ്റ്റുകൾ തകർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ എന്താ പറഞ്ഞ അലയൻസ് ആയിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഓഫ് റാമ്പ് ഇറാൻ കൊടുക്കുകയാണെങ്കിൽ അത് ആ രീതിയിൽ എന്താ പറഞ്ഞ കൊടുക്കാത്തത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും വലിയൊരു ഇഷ്യൂ ആണ്. അതാണ് ഒരു ഓണറബിൾ എക്സിറ്റ് ഡൊണാൾഡ് ട്രംപിന് കിട്ടുന്നില്ല എന്നാണ് സത്യം. ഈ ഡസൻ നോ എങ്ങനെയാണ് ഇത് നിർത്തേണ്ടത് എന്നുള്ളത്. പക്ഷെ ഇറാനെ സംബന്ധിച്ചുള്ള അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും US എന്ത് രീതിയിലുള്ള അറ്റാക്ക് നടത്തിയാലും അതിനൊരു കൗണ്ടർ ഇമീഡിയറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ലോ കോസ്റ്റ് അഫെയർ ആണ്. അസിമെട്രിക് വാർഫെയർ ഒരു ലോ കോസ്റ്റ് അഫെയർ ആയിട്ടാണ് അവർ നടത്തിക്കൊണ്ടത്. അതുകൊണ്ട് ഇത് പ്രൊലോങ് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട്. ബേസിക് ആയിട്ട് ഒരു 6 ഇഷ്യൂസ്, കോർ ആയിട്ടുള്ള 6 ഇഷ്യൂസിൽ ഒരു തീരുമാനം വരുന്നില്ല. ആ തീരുമാനത്തിന്റെ വരാത്ത കാരണം ടോട്ടൽ മിസ്ട്രസ് ആണ്. പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് US-ന് ഒരു രീതിയിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അവർ ചർച്ചയിലേക്ക് വിളിക്കും. ആ ചർച്ചയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം അങ്ങ് നടക്കുന്നുണ്ട്. കോർ 6 ഇഷ്യൂസ് ആണ്. കോർ ഇഷ്യൂസിൽ ഒരു രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ഇതുവരെ നടക്കാത്ത ഒന്ന്. നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഇഷ്യൂ. US പറഞ്ഞ നോ വേ ഇറാന് ന്യൂക്ലിയർ വെപ്പൻ പാടില്ല എന്നുള്ളത്. ഇറാനെ സംബന്ധിച്ചോളം അവരത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും തീർന്നു. അപ്പൊ അതുകൊണ്ട് അവർ ഒരു കാരണവശാലും അതിനകത്ത് പിന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ബാലിസ്റ്റിക് മിസൈൽ. ആ ബാലിസ്റ്റിക് മിസൈൽ ഓൾറെഡി കാപ്പബിലിറ്റി ഇറാന്റെ ഉണ്ട്. അത് ഒരു കാരണവശാലും ഇനി അവർ ഇല്ലാതാക്കാൻ പറ്റത്തുമില്ല. അത് അവരുടെ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഇനി എത്ര ഉണ്ട് എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ഒരു പുതിയ വെപ്പൺ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഓൾമോസ്റ്റ് ഫെയിലർ എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നാലാമത്തായിട്ട് ഇറാനിന്റെ അസറ്റ്സ് ഏകദേശം $24 ബില്യൺ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അമേരിക്കയുടെ റിപ്പബ്ലിക്സും ഡെമോക്രാറ്റും രണ്ടുപേരും അത് വിട്ട് കൊടുക്കരുത് എന്നുള്ള നിലയിലേക്കുള്ള ഒരു എഗ്രിമെന്റ് പോലെ അവർക്കുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഷർ ഉണ്ട്. അത് ഒരു കാരണവശാലും വിട്ട് കൊടുക്കരുത് എന്നുള്ളത്. അഞ്ചാമത്തായിട്ടുള്ളത് വരുന്നത് എന്താ പറഞ്ഞ നമ്മുടെ ഹെസ്ബുള്ളയുടെ അറ്റാക്ക് നടക്കുന്നത്. ലെബനന് ഒരു നിരന്തരമായിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഇറാൻ ആഗ്രഹിക്കുന്നു ഒരു നിർത്തണം, ഒരു വെടിനിർത്തൽ നിർത്തണം. അപ്പോഴാണ് നമ്മൾ കണ്ടത് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലേക്കുള്ള സംസാരമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവരും തയ്യാറല്ല. കാരണം ഇപ്പോഴും ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് നടക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിനു വേണ്ടിയുള്ള കൗണ്ടർ അറ്റാക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ എഗ്രിമെന്റ് ഇല്ലാതെ ഇറാൻ മുന്നോട്ട് പോത്തില്ല എന്നുള്ളതാണ്. ലാസ്റ്റില് ഈ രണ്ട് വിഭാഗവും ഫ്യൂച്ചറിൽ ഒരു അറ്റാക്ക് നടക്കത്തില്ല എന്നുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടി. ഇപ്പൊ ഇത് തന്നെ തീരാതെ എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടിയും ഇവർ രണ്ടിൽ എത്തുമോ? അപ്പൊ ഇങ്ങനെ ഈ 6 വിഷയങ്ങളിൽ ഒരു തീരുമാനം വരാതെ എങ്ങനെയാണ് ഒരു പീസിലേക്ക് അല്ലെങ്കിൽ മാഡം പറഞ്ഞ പോലെ ഇതിലേക്ക് ഒരു എന്താ പറയുക ഒരു സീസ് ഫയറിലേക്ക് വരാനുള്ള സാധ്യത? ഇതിനകത്ത് ഞാൻ കാണുന്ന 2 കാര്യങ്ങളിൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടെമ്പററി സീസ് ഫയർ എന്നുള്ള നിലയിൽ വരിക. ഒന്ന്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഈ 2 പക്ഷവും പ്രത്യേകിച്ച് US ആദ്യം അവരുടെ നേവൽ ബ്ലോക്കേഡ് മാറ്റുകയാണെങ്കിൽ പിന്നീട് ഇറാൻ അവരുടെ നേവൽ ബ്ലോക്കേഡ് മാറുകയാണെങ്കിൽ ഒരു ടെമ്പററി സീസ് ഫയർ, അതായത് ട്രൂപ്സ് ഒക്കെ അവിടെ തന്നെ ആയിരിക്കും, പക്ഷെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ അപ്പ് ആക്കാനുള്ള കുറച്ച് പീരീഡിലെങ്കിലും മേ ബി 1 മന്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ രീതിയിലേക്ക് പോകാം. രണ്ടാമത്, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനിലേക്ക് നടക്കുന്ന അറ്റാക്കിന് അവിടെ ഒരു സീസ് ഫയർ, അവിടെ ഒരു ഫയർ ചെയ്യാത്ത രീതി. അപ്പൊ ഇത് 2 മാത്രമേ ഒരു ശാശ്വതമായിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു പീസ് എന്നുള്ള രീതിയിൽ മറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല നെഗോസിയേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ വരുമ്പം ഇനിയും ഈ വാർ പ്രൊലോങ് ചെയ്യാനുള്ള കാര്യം വരും. കാരണം നമ്മൾ ഈ 2 കാര്യത്തിൽ ഒരു ടെമ്പററി സീസ് ഫയർ ആണെങ്കിലും അത് എപ്പം വേണമെങ്കിലും വീണ്ടും തുടരാൻ സാധിക്കും. അതാണ് ഈ നോ വാർ നോ പീസ് എന്നുള്ള നിലയിലേക്ക് ആ സിറ്റുവേഷൻ മാറുന്നത്. അവിടാണ് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഡെഫിനറ്റ്ലി അത് എല്ലാ രാജ്യങ്ങളെ എഫക്ട് ചെയ്ത പോലെ തന്നെ ഇന്ത്യയെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് നാളുകളായിട്ടുള്ള നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന്റെ ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ്.
അപ്പൊ ഈ ഇന്നലെ വന്ന GDP ഗ്രോത്ത് റേറ്റ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിന്റെ, അതായത് ഫിനാൻഷ്യൽ ഇയർ 25-26 7.7% ആണ് നമ്മളെ GDP ഗ്രോത്ത് ഗ്രോ ചെയ്തത്. അതുപോലെ ലാസ്റ്റ് ക്വാർട്ടർ, കഴിഞ്ഞ വർഷത്തിന്റെ ലാസ്റ്റ് ക്വാർട്ടർ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 31 വരെ, ഈ ഫെബ്രുവരി 28-നാണ് ഈ അറ്റാക്ക് തുടങ്ങുന്നത്. പക്ഷെ ആ മാർച്ച് മാസത്തിൽ ഇൻക്ലൂഡ് ചെയ്ത 7.8% നമ്മളെ GDP ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഈ GDP ഗ്രോത്തിനെ ഇത് പ്രൊലോങ് ചെയ്താൽ ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യും. പക്ഷെ വലിയ രീതിയിലുള്ള, നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതുപോലുള്ള എഫക്ട് ചെയ്യത്തില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഇന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ് പറഞ്ഞാൽ 3.4% ആണ്. അക്സെപ്റ്റബിൾ 4% ആണ്. ഇറ്റ് ഹാസ് ടു ബി 2% തൊട്ട് 6% ആണ് അക്സെപ്റ്റബിൾ. 2-ൽ താഴെയും പോകാൻ പാടില്ല, 6-ൽ മേളും പോകാൻ പറ്റില്ല. ഐഡിയൽ എന്ന് പറഞ്ഞാൽ 2 to 6% ആണ്. ആസ് ഓൺ ഡേറ്റ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് 3.48% ആണ്. ഡിസ്പൈറ്റ് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷെ ഒരു മെയിൻ നമ്മളെ ഇഷ്യൂ എന്ന് വെച്ചാൽ 2 കാര്യങ്ങളായിരുന്നു ഗവൺമെന്റിന് മുന്നിലുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ലഭ്യത, അതായത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ ആയാലും ശരി, LPG ആയാലും ശരി, അത് അവൈലബിൾ ആയിരിക്കണം. ഇതുവരെ നമുക്കത് അവൈലബിൾ ആക്കി നിർത്തിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു രീതിയിലുള്ള എവിടെയെങ്കിലും ഷോർട്ടേജ് വരികയോ അല്ലെങ്കിൽ ലോങ് ക്യൂസ് അല്ലെങ്കിൽ പബ്ലിക് ഇടയ്ക്ക് ഒരു പാനിക് സിറ്റുവേഷൻ, അതായത് ഒന്നും കിട്ടുന്നില്ല, സ്റ്റോക്ക് ഇല്ല, തീർന്നു പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. എല്ലാ കാര്യവും ആസ് നോർമൽ ആസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെയാണ് വിലക്കയറ്റം ഡെഫിനറ്റ്ലി യുദ്ധം തുടങ്ങിയ ശേഷം വില കൂടിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും LPGയുടെയും അത് കൂടിയിട്ടുണ്ട്. കാരണം അത് നമുക്കറിയാം, നമ്മൾ 85% പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് നാച്ചുറലി വില കൂടും. പക്ഷെ എന്നിരുന്നാലും നേരത്തെ ശ്രീ നിർമ്മൽ പറഞ്ഞ പോലെ നമ്മളെ ഇവിടെ ഏകദേശം 10% അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ. അതും വലിയൊരു എമൗണ്ട് തന്നെയാണ്. അതിനകത്ത് ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളും ഏറ്റവും പാവപ്പെട്ട വിഭാഗത്തിലുള്ള ആളുകൾക്കും അത് എഫക്ട് ചെയ്യും. അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ എന്നിരുന്നാലും ഇതുവരെ നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ഗവൺമെന്റ് തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി 10 രൂപ വെച്ച് കുറച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വെനസ്വേലയിൽ നിന്നുള്ള ഓയിൽ വരുന്നുണ്ട്, റഷ്യയിൽ നിന്ന് ഇപ്പം നമ്മളെ 42% അവിടുന്ന് വരുന്നുണ്ട്, അങ്കോല അല്ലെങ്കിൽ ആഫ്രിക്കൻ നേഷൻസ് അവിടുന്ന് വരുന്നുണ്ട്, US നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്ടേജും വരുന്നില്ല. പക്ഷെ ഈ ഓയിൽ പ്രൈസ് ഇനിയും ചിലപ്പം ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ച് തന്നെയാണ്. പക്ഷെ വലിയ രീതിയിലുള്ള ആശങ്ക രീതിയിലേക്ക് നമ്മൾ പോകത്തില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം നമ്മൾ എക്കണോമിക് ഫണ്ടമെന്റൽ സ്ട്രോങ് ആണ്. അതിന് വേണ്ടിയുള്ള കൗണ്ടർ മെഷേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒരു വലിയൊരു കൺസേൺ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ശരി, ശ്രീ ജോസഫ് ആന്റണി, ഇവിടെ ഇപ്പോ കേണൽ ഡിന്നി സംസാരിക്കുമ്പോൾ ഒരു ഓണറബിൾ എക്സിറ്റിനുള്ള ഒരു അവസരം അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ ലഭിക്കുന്നില്ല, ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കമില്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ 100 ദിവസത്തെ കാര്യങ്ങളെടുത്താൽ പലപ്പോഴും സമാധാന കരാറിലേക്ക് പോകുമ്പോൾ വലിയ പ്രകോപനം ഉണ്ടാകുന്നു. അത് ഒന്നുകിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കരാറുകൾ നടപ്പാകാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രവുമല്ല, ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ലാരിജാനി ഉൾപ്പെടെയുള്ളവരെ കൊല്ലപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. എല്ലാ വിധത്തിലും വരിഞ്ഞു മുറുക്കുന്നു. സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കണ്ടപ്പോഴാണ് നാവിക ഉപരോധം കൂടി അമേരിക്ക ഏർപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഒരു ഓണറബിൾ എക്സിറ്റ് ഉറപ്പാക്കേണ്ടുന്ന ബാധ്യത ഇറാനെ സംബന്ധിച്ചുണ്ടോ? മാഡം ഒരു മിനിറ്റ് സർ, ഞാൻ ഒന്ന് ക്ലാരിഫൈ ആയിട്ട്, ഞാൻ പറഞ്ഞത് അങ്ങനല്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു എന്താ പറഞ്ഞ അവരുടെ സ്ട്രെങ്ത് ആണ്, ഇറാന്റെ സ്ട്രെങ്ത് ആണ് അത് കാണിക്കുന്നത്. അതായത് അവർക്കൊരു കാരണവും ഇല്ല, ഇനി പ്രൊലോങ് ചെയ്താൽ അവർക്കൊരു പ്രശ്നമില്ല എന്നാണ് അത് കാണിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞോളൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതും അത് തന്നെയാണ്. കാരണം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1979 മുതൽ തന്നെ അമേരിക്കയുടെ ശത്രുതാപരമായ നീക്കങ്ങളുടെ ഫലമായി ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. 79-ൽ നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കൻ ഭരണകൂടത്തോട് അടുത്തു നിന്നിരുന്ന റസാ പഹ്ലവിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ ഉണ്ടായതെന്നറിയാം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ തന്നെ ആ സമയത്തുണ്ടായ എംബസി ക്രൈസിസ് മുതൽ തന്നെ അമേരിക്ക എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും ഇറാനെതിരായി ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ നമുക്ക് തൊട്ടടുത്ത വർഷം 1979 അധികാരത്തിൽ വന്ന് 80-ൽ തന്നെ ഇറാഖിനെ ആയുധമണിച്ചുകൊണ്ട്, ഇപ്പോൾ ഈ കേണൽ മഗ്രിഗോർ എന്നൊക്കെ പറയുന്ന ആളുകൾ നിരന്തരം പറയുന്ന കാര്യം, 1980 മുതൽ 88 വരെ ഇറാനെതിരെ ഇറാഖിനെ ആയുധമണിച്ച് ഇറക്കി വിട്ടത് അമേരിക്കയാണ്.
അപ്പോൾ 80 മുതൽ 88 വരെ വീണ്ടും യുദ്ധം നടക്കുന്നു. അപ്പോൾ അങ്ങനെ തുടർച്ചയായ ഉപരോധങ്ങളിലൂടെയും സൈനിക നീക്കങ്ങളുടെയും അട്ടിമറി പ്രവർത്തനങ്ങളിലൂടെയും പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയും ഇസ്രായേലും വളരെ സംയുക്തമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഈ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അമേരിക്കൻ ഭരണകൂടം ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങളെ അവരെങ്ങനെയാണ് വളരെ കൃത്യമായ ഈ റെഷിം ചേഞ്ച് വരുത്തുക എന്ന് പറയപ്പെടുന്നുണ്ട്. അവരാദ്യം ചെയ്യുന്നത് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് ജനങ്ങൾക്ക് രോഷമുണ്ടാകും. ആ രോഷത്തെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലവിധ NGOസും അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അവരെ ഫണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഭരണകൂടത്തിനെതിരായിട്ട് ശക്തമായിട്ട് വരും. അതിനെ വളരെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളിക്കത്തിക്കുക. ഇങ്ങനെ ആളിക്കത്തിപ്പിച്ചുകൊണ്ട് ഈ റെഷിം ചേഞ്ച് നടത്തുക എന്ന് പറയുന്നതാണ് അമേരിക്ക നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി. അതിപ്പം നമ്മുടെ ഈ കളർ റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന റവല്യൂഷൻ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലും മുല്ലപ്പൂ വിപ്ലവങ്ങളിൽ പോലും ഇത് നമ്മൾ കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്ക് ഈ ജനുവരി മാസം ഇറാനിൽ ഒരു ഭരണവിരുദ്ധമായ സമരം നടന്നു. ആ ഭരണവിരുദ്ധമായ സമരം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കണ്ട കാര്യമാണ്. ഈ ജനങ്ങൾ ഇങ്ങനെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൊസാദിൻ്റെ ആളുകൾ അവരുടെ പേർഷ്യൻ ഭാഷയിൽ തന്നെ ഒരു സന്ദേശം പുറപ്പെടുവിച്ചു. നിങ്ങൾ അതിശക്തമായി സമരവുമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ വെറുതെ പുറത്തുനിന്ന് നിങ്ങൾക്കൊരു പിന്തുണ നൽകുകയല്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് പരസ്യമായി ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം മൊസാദ് നടത്തി എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജി. അതായത് ഈ റെഷിം ചേഞ്ച് എന്ന് പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കാത്ത, ഞങ്ങളെ എതിർക്കുന്ന ഭരണാധികാരികൾ എവിടെയെല്ലാം ഉണ്ടോ ആ ഭരണാധികാരികളെ ഇല്ലാതാക്കുക, അട്ടിമറിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ലിബിയയിൽ കണ്ടു, നമ്മൾ സിറിയയിൽ കണ്ടു. അങ്ങനെ രാജ്യങ്ങളിലെല്ലാം നമ്മൾ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് കടന്നു ചെന്നാൽ ഇവിടെയെല്ലാം അമേരിക്കയുടെ ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഇറാൻ സംഭവിച്ചത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇറാൻ അമേരിക്കയ്ക്കെതിരെ യുദ്ധത്തിന് പോയില്ല, ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ കാണേണ്ട കാര്യം, ഇത് ഇറാൻ്റെ ഒരു ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ ഈ യുദ്ധം എന്നുള്ളതാണ് വളരെ കൃത്യമായ. അത് അമേരിക്കൻ ഇമ്പീരിയലിസം അതിനോടൊപ്പം നിന്നുള്ളത്. എന്താ ഇറാനെ സംബന്ധിച്ചുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളത്? ഇസ്രായേലിനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന എറച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പദ്ധതി. ആ പ്രിയപ്പെട്ട പദ്ധതി എന്ന് പറഞ്ഞാൽ പലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക, വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്തുക, പിന്നെ യോർദാൻ്റെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക, ഈജിപ്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൈവശപ്പെടുത്തുക, സിറാൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൈവശപ്പെടുത്തുക. അങ്ങനെ കൈവശപ്പെടുത്തിയിട്ട് ഇതിനെ ഒരു വലിയ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയെ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുക സെറ്റ്ലർ കൊളോണിയലിസം എന്നാണ്. അതായത് ഒരു രാജ്യത്ത് പുറത്തുനിന്നൊരു വിഭാഗം കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുന്ന വിഭാഗം ആ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ള ആളുകളെ പോലും, ആദിവാസികൾ, അബോറിജിൻസ് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയുള്ള ആളുകളെ വാസ്തവത്തിൽ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചുണ്ട്. നമുക്കറിയാം കാനഡയിൽ സംഭവിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ സംഭവിച്ചിട്ടുണ്ട്, പിന്നെ അമേരിക്ക അങ്ങനെ ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എവിടെല്ലാം ഈ സെറ്റ്ലർ കൊളോണിയലിസം വന്നിട്ടുണ്ടോ ആ പ്രദേശങ്ങളിലെല്ലാം അവിടെ ജീവിച്ചിരുന്ന ആളുകളെ പൂർണ്ണമായും ആട്ടിപ്പായിച്ചുകൊണ്ട്, ഒരാളെ പോലും അവിടെ അവശേഷിപ്പിക്കത്തില്ല, പറ്റുമെങ്കിൽ പൂർണ്ണമായും ആട്ടിപ്പായിച്ചുകൊണ്ട് അവിടെ അതീശത്വം നേടുക എന്ന് പറയുന്ന ഇറാന്റെ പദ്ധതിയുടെ ഫലമാണ് വാസ്തവത്തിൽ യുദ്ധം. അതിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഗാസ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞു. പിന്നെ യോർദാൻ പോലെയുള്ള രാജ്യങ്ങളെ അവർ പരിധി കൊണ്ടുവന്നു. എബ്രഹാം അക്കോർഡിലൂടെ പിന്നെ ബഹ്റൈൻ, UAE പോലുള്ള രാജ്യങ്ങളെ ഇസ്രായേലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. സൗദി അറേബ്യയുമായിട്ട് പോലും അവർക്ക് മെച്ചപ്പെട്ട ബന്ധം, അതായത് അറബ് രാജ്യങ്ങളുമായിട്ട് പോലും മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അവിടെ ഒരേ ഒരു രാജ്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇതിന് വിലങ്ങതടിയായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പശ്ചിമേഷ്യയിൽ അവരുടെ ഒരു അധീശത്വം, ഇസ്രായേലിൻ്റെ അധീശത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറാനാണ് എതിര്. ആ ഇറാനെ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ പശ്ചിമേഷ്യയിൽ സാധിക്കാൻ കഴിയും എന്ന ഒരു താല്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിവിടെ ആക്രമണം നടത്തിയത്. പക്ഷേ ഇവിടെ അവർ മനസ്സിലാക്കാതെ പോയ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം വിയറ്റ്നാം അല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇറാഖല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം സിറിയ പോലും അല്ല.
ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഭൂമിശാസ്ത്രം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമേരിക്കയും ഇസ്രായേലും ഒരു സൈനിക യുദ്ധം ആരംഭിച്ചു, ഇറാൻ അതിനെ ഒരു സാമ്പത്തിക യുദ്ധമാക്കി മാറ്റി. അപ്പോൾ ഇറാൻ നമ്മൾ പറയും ഒരു ടാക്ടിക്കൽ വിക്ടറി അവർ നേടിയെങ്കിൽ സ്ട്രാറ്റജിക് ഡിഫീറ്റാണ്. കേണൽ ഡിന്നിക്കൊക്കെ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ഡിഫീറ്റ് അവർക്കുണ്ടായി. ആ ഡിഫീറ്റിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ്, ഈ ഒരു ട്രാപ്പിലായിപ്പോയി, ആ ഒരു എസ്കലേഷൻ ട്രാപ്പിൽ ചെന്ന് പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഒരു അസിമെട്രിക് ബാർഗെയിനിങ് ഇവിടെ നടക്കുകയാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇനി ഒന്നും ഈ ഭൂമിയുടെ മുകളിൽ നല്ലതായിട്ട് ഒന്നും ഇല്ല ഇറാനിൽ. അത്രത്തോളം സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹികമായും നമ്മളിത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അവിടെ അതിശക്തമായ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ഈ വികാരം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്, കറൻസിയുടെ പ്രശ്നമുണ്ട്. ഈ തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അവിടുത്തെ ഭരണാധികാരികളെ കൊന്നൊടുക്കിയതിലൂടെ, ഇപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ ആക്രമിച്ചതിലൂടെ എങ്ങനെ ഒരു രാജ്യം യുദ്ധം ആരംഭിക്കരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയിട്ടാണ് വാസ്തവത്തിൽ ആ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ജനങ്ങളെല്ലാം ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഭരണകൂടത്തിനെതിരായി നിൽക്കാതെ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതായി മാറി. അങ്ങനെ രാഷ്ട്രത്തോടൊപ്പം ഒരു ജനത നിൽക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവരുടെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ്. ആ ഐഡൻറ്റിറ്റിയുടെയും നിലനിൽപ്പിൻ്റെയും പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ അമേരിക്കയ്ക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നമ്മളിവിടെ ഒരു കാര്യം കൂടി എന്നെ പറയാൻ അനുവദിക്കണം. നമ്മൾ വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേലിലെ സാമ്പത്തിക സ്ഥിതി. ഇസ്രായേലിലെ നമുക്കറിയാം അവിടുത്തെ കയറ്റുമതി വലിയ രീതിയിൽ ഇടിഞ്ഞു. അവിടെ പിന്നെ ടൂറിസം മേഖല ഒരു വളരെ പ്രധാനപ്പെട്ടാണ്. 90% ടൂറിസം മേഖലയിൽ കുറവുണ്ടായത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ടെക്നോ പ്രൊഫഷണലുകൾ ആ രാജ്യം വിട്ടുപോയി. ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നു, സാമ്പത്തിക വളർച്ചാ നിരക്ക് വെട്ടിക്കുറയ്ക്കുന്നു. ഈ തരത്തിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരെയധികം പ്രതിസന്ധിയിലും ഈ ഇസ്രായേൽ പെട്ടിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം, യഥാർത്ഥ ഭീഷണി ലോകത്തിന് ഇസ്രായേലാണ് എന്ന് വെളിപ്പെട്ട ദിവസങ്ങൾ കൂടിയാണോ ഈ 100 ദിവസം? നോക്കൂ, ഈ സമയത്ത് പോലും തെക്കൻ ലബനനിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുകയാണ്. വെടിനിർത്തൽ കരാറുകൾ ഒരു വിലയുമില്ലാത്ത നിലയിലാണ് ആക്രമണം തുടരുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന കുടുംബത്തെ സംശയത്തിന്റെ പേരിൽ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഒപ്പം യാത്ര ചെയ്ത കുട്ടിയാണ്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ആ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പലതരത്തിൽ ഈ യുദ്ധത്തിൽ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ഘട്ടത്തിൽ ഇസ്രായേലിന്റെ പ്രകോപനം തന്നെയാണ് ആ സമാധാന നീക്കങ്ങളെ ആകെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥ ഭീഷണി യഥാർത്ഥത്തിൽ ഇസ്രായേലാണോ? ശരിക്കും നമ്മൾ യുദ്ധം തുടങ്ങി കഴിഞ്ഞ 3 മാസത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ഓരോ സമയത്ത് ഇപ്പൊ ഏപ്രിൽ 8-ാം തീയതി ആണ് ആദ്യത്തെ സീസ് ഫയർ എഗ്രിമെന്റ് വരുന്നത്. ഏപ്രിൽ 8-ാം തീയതി ഇറാനുമായിട്ടുള്ള സീസ് ഫയർ എഗ്രിമെന്റ് വരുന്നു, എന്നാൽ ഇസ്രായേൽ തന്നെ അത് ബ്രേക്ക് ചെയ്യുന്നു. ഏപ്രിൽ 17-ാം തീയതി ലെബനോണുമായിട്ടുള്ള സീസ് ഫയർ എഗ്രിമെന്റ് വരുന്നു, ഇസ്രായേൽ അത് ബ്രേക്ക് ചെയ്യുന്നു. 2-3 തവണ തന്നെ ചർച്ചകൾക്കിടയിൽ ഇസ്രായേൽ ബ്രേക്ക് ചെയ്ത് ആ ചർച്ച തന്നെ വേസ്റ്റ്ഫുൾ ആക്കി കളയുന്ന സിറ്റുവേഷൻ വരുന്നു. അതൊരു വശത്ത്. രണ്ടാമത്തെ വശത്ത് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഇറാൻ US യുദ്ധം എന്നാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇറാനിലും അല്ല, അമേരിക്കക്കാർക്കും അല്ല, ലെബനോണിലാണ്. ലെബനോണിൽ ഇറാനിൽ എത്ര ആളുകൾ മരിച്ചോ അതിലേറെ ആളുകൾ ഇപ്പൊ ലെബനോണിൽ മരിച്ചു കഴിഞ്ഞു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ അവിടെയും ഒരു പ്രശ്നം ഇസ്രായേലാണ്. മൂന്നാമത്, ഈ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകളിൽ പോലും ഇസ്രായേലിൽ കടുംപിടുത്തം പിടിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഇറാൻ പറഞ്ഞ എന്താ, ലെബനോണുമായിട്ടുള്ള ഒരു അഗ്രിമെന്റിൽ എത്തിയാൽ മാത്രമേ ഉള്ളൂ ഞങ്ങളും സംസാരിക്കാൻ തയ്യാറാവുള്ളൂ, അതുകൊണ്ട് ലെബനോണിലെ പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റും ഞങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് കണക്കാക്കിയാലും ഇതിനൊരു അവസാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം ഇസ്രായേൽ പറയുന്നത് ലെബനോണില് ഒന്ന് ഹെസ്ബുള്ളയെ കംപ്ലീറ്റ്ലി ഡിസാം ചെയ്യണമെന്നാണ്. പക്ഷെ ഹെസ്ബുള്ളയെ ഡിസാം ചെയ്യാനായിട്ട് ലെബനീസ് ഗവൺമെന്റ് വിചാരിച്ചിട്ടും ലെബനീസ് മിലിറ്ററി വിചാരിച്ചിട്ടും യുണൈറ്റഡ് നേഷൻസ് വിചാരിച്ചിട്ടും പോലും ഇതുവരെ നടന്നിട്ടില്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു. കാരണം അവിടുത്തെ മിലിറ്ററിയെക്കാളും ശക്തരാണ് അൺഫോർച്ചുനേറ്റ്ലി ഹെസ്ബുള്ള. അപ്പൊ അതുകൊണ്ട് അത് നടന്നിട്ടില്ല. ഇസ്രായേലിന് അതൊരു ആവശ്യമായിട്ട് ഇസ്രായേൽ അത് മുന്നോട്ട് വെക്കുന്നു. രണ്ടാമത് ഇസ്രായേൽ പറയുന്നു ഇറാൻ പല രീതിയിലും ഹെസ്ബുള്ളയെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് സിറിയയുടെയും ലെബനോണിന്റെയും ബോർഡറിന്റെ ഒക്കെ കൺട്രോൾ ഞങ്ങൾക്ക് വേണം. നാളെ ഹെസ്ബുള്ളയെ ഇവർ വീണ്ടും സഹായിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. ഹെസ്ബുള്ള പോലും മറ്റൊരു പ്രോക്സിയെ വളർത്തില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ഞങ്ങൾക്ക് കൺട്രോൾ വേണമെന്ന് പറയുന്നു. ഇതിന്റെ പേരിൽ ഇപ്പം ലെബനോൺ എന്ന രാജ്യത്തിന്റെ 20% ഇസ്രായേലിന്റെ കയ്യിലാണ്, അവരുടെ കൺട്രോളിലാണ്. 5-1 ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അങ്ങനെ ഒരു വാസ്തവം കിടക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചാൽ തന്നെ, ഈ പറയുന്ന 2 ടേംസ് അംഗീകരിച്ചാലും നാളെ ഹെസ്ബുള്ള
അതിൻ്റെ അകത്ത് വളരുന്നുണ്ട്, അല്ലെ അതുപോലെ പ്രോക്സി വളരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നും പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു നെഗോഷിയേഷനിലോട്ട് അമേരിക്കയ്ക്ക് ഇറാനുമായിട്ട് എത്താൻ സാധിക്കുന്നത്? ഇറാൻ അമേരിക്കയായിട്ടുള്ള ടേംസ് വേറെ കിടക്കുന്നത്, കൂടാതെയുള്ള ടേംസ് ആണ് ഈ പറയുന്നത്. അപ്പൊ ഇസ്രായേൽ തീർച്ചയായിട്ടും ഇതിനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഇസ്രായേലിന് ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് എപ്പോഴും പല തവണയായിട്ട് ചർച്ചകളിൽ വരുന്നൊരു ഇസ്രായേലാണോ അമേരിക്കയുടെ ഗുണ്ട, അമേരിക്കയാണോ ഇസ്രായേലിന്റെ ഗുണ്ട എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം മുമ്പ് ഉള്ള പ്രസിഡൻസിന്റെ ഒക്കെ സമയത്ത് ഇസ്രായേലിന് 100% സപ്പോർട്ട് ഉണ്ടായെന്നുള്ള ഒരു സംശയമില്ല. പക്ഷെ ഇത്തവണ ഒരു വ്യത്യാസം, എന്തുകൊണ്ട് ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? ട്രംപ് പല ചർച്ചകളിലും പറഞ്ഞു, ഞാൻ പറയുന്നത് നെതന്യാഹു കേൾക്കൂ എന്ന് ട്രംപ് പറയുന്നു. നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ട്രംപ് പറയുന്നതിനപ്പുറം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ അകത്ത് അതൊന്നും നടക്കുന്നില്ല. ഇസ്രായേൽ വീണ്ടും എത്രയോ തവണ അമേരിക്ക തന്നെ മുൻകൈ എടുത്തു വെച്ച നെഗോഷിയേഷന്റെ ഇടയിലാണ് ഇസ്രായേലി അറ്റാക്ക് തുടരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേലിന് അതൊരു പങ്കുണ്ട്. പിന്നെ ആകെയുള്ളൊരു, ഇപ്പൊ ഏതൊരു നെഗറ്റീവ് കാര്യങ്ങൾക്കും പോസിറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടെന്ന് പറയുന്ന പോലെ, ഇപ്പൊ കോവിഡ് വന്നപ്പോഴും അല്ലെ സുനാമി വന്നപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളും പാഠങ്ങളും പഠിച്ചു എന്ന് പറഞ്ഞ പോലെ ട്രംപ് വന്നപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. രാജ്യം എന്നുള്ളതൊക്കെ നമുക്കും മറ്റു രാജ്യങ്ങളും പഠിച്ചു. ഒരു രാജ്യത്തിനെയും അമിതമായി ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പൊ വ്യാപാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും എണ്ണയുടെ കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ അതിന് മുമ്പേ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്തു. പക്ഷെ ഇപ്പോൾ പല രാജ്യങ്ങളായിട്ട് നമ്മുടെ LNG LPG ഓയിൽ നീഡ്സിനൊക്കെ ആയിട്ട് നോർവേ, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, വെനസ്വേല, റഷ്യ പല ഓപ്ഷൻസിലേക്ക് നമ്മൾ നീങ്ങുന്നു. അത് ലോങ് ടേമിൽ നമ്മളെ സഹായിക്കും. സെമി കണ്ടക്ടറിന്റെ ഇഷ്യൂവിൽ മറ്റൊരു പാഠമാണ്. അതായത് ഇതുപോലെ യുദ്ധം നടക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിട്ടുമാറി ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ള മറ്റൊരു എക്സാമ്പിളാണ് പാക് സിലിക്ക. അതായത് ഇപ്പം തൈവാനുമായിട്ട് ഏത് സമയത്തും ചൈന യുദ്ധത്തിലോ അല്ലെങ്കിൽ തൈവാനെ പിടിച്ചടക്കാനോ ശ്രമിച്ചേക്കാം. അപ്പം സെമി കണ്ടക്ടറിന്റെ ഇഷ്യൂ അവിടെ ഉണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടേഴ്സ് വരുന്നത് തൈവാനിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ത്യ, അമേരിക്ക അടങ്ങുന്ന പാക് സിലിക്ക എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ ജോയിൻ ചെയ്തു. നമുക്ക് സെമി കണ്ടക്ടറിന്റെ ഷോർട്ടേജ് ഭാവിയിൽ വരാതിരിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ എനിക്ക് തോന്നുന്നത് ട്രംപ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പാഠങ്ങൾ ഫ്യൂച്ചറിൽ ഗുണം ചെയ്യും. ആസ് ഓഫ് നോ പക്ഷേ നേരത്തെ ശ്രീ ജോസഫ് ആന്റണി സൂചിപ്പിച്ച പോലെ ഇസ്രായേലിനും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമുക്കറിയാം, പല പള്ളികളിലും എല്ലാ വർഷവും ഗ്രൂപ്പായിട്ട് പൊക്കോണ്ടിരുന്നതാണ് ഈ ഹോളി ലാൻഡ് ടൂർ. അതിൻ്റെ അകത്ത് ഇസ്രായേലും ജോർഡനും ഈജിപ്റ്റും ഒക്കെ വരും. ഇപ്പോൾ ഒരു പള്ളിയും അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല. 90% അധികം ടൂറിസത്തിന് അവിടെ ഇടിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളും അടുത്തു. ഒക്ടോബർ ആകുമ്പോഴത്തേക്കും നെതന്യാഹുവിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് തന്നെ കരുതുന്നു. അതിന് മുന്നേ എങ്ങനെയെങ്കിലും ഒരു ക്ലോഷർ ഉണ്ടാക്കി അതിന്റെ പേരിൽ വാദിക്കാനായിരിക്കും നെതന്യാഹു ശ്രമിക്കുക. ശരി, ശ്രീ സജിമോൻ ആന്റണി, ഇവിടെ ഇപ്പോ ഈ ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ 21-ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. മുസ്ലിം മതവിശ്വാസപ്രകാരം സംസ്കാരം ഉടൻ തന്നെ നടത്തണമെന്നാണ്. പക്ഷേ ഏതാണ്ട് 4 മാസത്തോളം വൈകിയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വെടിനിർത്തൽ പോലും ശാശ്വതമല്ല എന്നൊരു സാഹചര്യത്തിലാകാം ആ ചടങ്ങുകൾ നീണ്ടുപോകുന്നത്. ഏതാണ്ട് 2 കോടിയോളം ആളുകൾ പങ്കെടുക്കും എന്നൊക്കെ കരുതുന്നതാണ്. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും കളിക്കളത്തിലേക്ക് നീങ്ങുന്നത് വളരെ ചുരുക്കമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ലോകകപ്പ് നടക്കാനിരിക്കെ ഇറാന് രാവിലെ വന്ന് വൈകിട്ട് മടങ്ങണം എന്ന ഒരു നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അനുമതി ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒട്ടും മാനുഷികമല്ലാത്ത തരത്തിലുള്ള സമീപനം എന്ന നിലയിലല്ലേ കാണുന്നത്? ഒരു ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ അമേരിക്കൻ ജനത ഈ സമീപനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യുദ്ധം കളിക്കളത്തിലേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനെയും കാര്യം എടുക്കുവാണെങ്കിൽ നമ്മൾ എത്രയോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ബാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അവിടെ പോയി കളിക്കരുത്, അല്ലെ പാകിസ്ഥാൻ ഇവിടെ പോയി കളിക്കരുത് എന്നുള്ളത്. അപ്പം അത് ഒരു പരിധി വരെ ഇത് ഈ ഒരു എക്സാമ്പിളിൽ മാത്രമല്ല, മറ്റു പല സമയങ്ങളിലും അത് നടന്നിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അത് ഇന്റർലിങ്ക്ഡ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം എനിക്കൊരു കാര്യം ചേർത്ത് പറയാനുള്ളത്, സംഭവം നമ്മൾ ഈ ചർച്ചയ്ക്കകത്ത് ഇറാൻ ഒരു സെയിന്റ്ഹുഡ് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം ആൻഡ് ഐ വുഡ് സേ ദാറ്റ് ഇറാൻ ഈസ് not a saint. America did its own mistake, especially Trump administration. എന്നാൽ അല്ലെങ്കിൽ ഇറാനും ഒരു സെയിന്റ് അല്ല എന്നോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവിടെ ഉള്ള ഒരു ജനാധിപത്യത്തിന്റെ ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന് വേണ്ടിയുള്ള സമരങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏകദേശം 2 മാസം കൊണ്ട് ഈ നമ്പേഴ്സ് കറക്റ്റ് ആണെങ്കിൽ 38,000 ആൾക്കാരെ കൊന്നൊടുക്കാനുള്ള ഇച്ഛാശക്തി ഉള്ള ഒരു ഭരണകൂടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ആ ജനത എവിടെ ഒരു മോഡേൺ ലൈഫിലായിരുന്നു അതിനെ ഡിസ്ട്രക്റ്റീവായിട്ട് കൊണ്ടുവന്ന് വളരെ ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സ്റ്റൈലിൽ കൊണ്ടുവന്ന്
അങ്ങനെ ആ രാജ്യത്തിന്റെ ഒരു കുഴി അവർ തന്നെ തോണ്ടിയ ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഭരണകൂടത്തെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനകത്തൊരു സംശയമില്ല. ഒന്ന്. രണ്ടാമത്തേത്, അമേരിക്ക ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇറാനിലെ തേനും പാലും ഒഴുകുമെന്നായിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവിടെ ബുള്ളിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഭരണകൂടം ഉണ്ടായിരുന്നു, അവരുടെ സ്വന്തം ജനതയെ തന്നെ കൊല്ലാനായിട്ടുള്ള ഒരു മടിയുമില്ലാത്ത ആൾക്കാരായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എനിവേ, ബോംബിന്റെ കാര്യത്തിലും ഒരു ബോംബും ആരും അവിടെയും ഇവിടെയും ഇട്ടിട്ട് ആരും ഒന്നും നേടാനില്ല. ഞാൻ ആദ്യം തുടക്കം പറഞ്ഞു കൊടുക്ക് തന്നെ യുദ്ധം ഒരിക്കലും അതിനകത്ത് ആരും ഒരു വിജയമില്ല. എല്ലാവരും സംവാദ അതർവേയിൽ നഷ്ടത്തിന്റെ കണക്ക് മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ അവിടെയും ഇവിടെയും ഇരുന്ന് ചർച്ച ചെയ്യുമ്പം അവിടുത്തെയും ഇവിടുത്തെയും യാഥാർത്ഥ്യം വെച്ചിട്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും, ഇന്നൊരു ജയിച്ചു ഇന്നൊരു തോറ്റു എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നോബഡി ഈസ് വിന്നിങ് ഇൻ എനി വാർ ബൈ ദ വേ. ഇനിയുള്ളത് ഈ ഇവിടുത്തെ ഒരു സമാധാനത്തിന്റെ മുന്നേക്കുള്ള ഒരു പോക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് 2 കാര്യങ്ങൾ അതിനകത്ത് ആഡ് ഓൺ ചെയ്യാനുണ്ട്. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇവിടെ ഒരു ഡെമോക്രസിയിലുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷന്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും ഇവിടുന്ന് തന്നെ ഒരു കടിഞ്ഞാണുണ്ട്. കാരണം ആദ്യത്തെ ഇതിനകത്തായിരുന്നു 100 ദിവസം 2 മാസത്തിനധികം ഉണ്ടെങ്കിൽ US സെനറ്റ് കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാണ്ട് വേറൊരു രാജ്യത്തേക്ക് പോയി വാർ കണ്ടിന്യൂ ചെയ്യാനുള്ള പെർമിറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്ലോഷർ ആഗ്രഹിച്ചായിരുന്നു, ഈ ഒരു 60 ദിവസത്തിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനമാകും എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു നെഗോഷിയേഷന്റെ പാറ്റേൺ വരുന്നതും അത് ഇവോൾവ് ആകുന്നതും പിന്നെ അത് ഇപ്പം ഈ അമേരിക്കയും ഇറാനും അല്ലെ ഇസ്രായേലുമായിട്ട് ഒരു ആക്റ്റീവ് വാർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആക്റ്റീവ് വാർ, പീസ് ട്രീറ്റിയാണ്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തരം കിട്ടുമ്പോൾ ഓരോന്ന് തൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറും യെസ് ആണ്. മുമ്പ് നിർമ്മലൊക്കെ പറഞ്ഞു പോണക്ക് തന്നെ ഒരു സമയത്ത് നമുക്ക് തോന്നും ഇപ്പൊ ഇതാണ്ട് പീസ് ട്രീറ്റി സൈൻ ചെയ്തു എന്ന് തോന്നും. ചായക്കും കപ്പിനും ഇടയ്ക്ക് ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് എന്നുള്ള രീതിയിൽ വന്നതിന് ശേഷം അവിടുന്ന് തന്നെ പോകുന്നു. ഏതായാലും ഇത് ഒത്തിരി നാള് ഇങ്ങനെ മുന്നേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേൾഡ് ലീഡേഴ്സ് പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ ഒരു പരിഹാരത്തിലേക്ക് വരും എന്നുള്ളൊരു ഒരു പോസിറ്റീവ് തിങ് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഇങ്ങനെ പോകാനായിട്ട് നിയമം ഒന്നും അനുവദിക്കുന്നില്ല. ആ ഒരു കടിഞ്ഞാണ് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള അത് തീരുമാനങ്ങളിലേക്ക് വരുമെന്നുള്ളത് ശരിയാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഇറാനും ഇങ്ങനെ എന്തൊക്കെ റെസിസ്റ്റൻസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അൺലിമിറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ചെയ്യാനുള്ള ഇച്ഛാശക്തി കണ്ടേക്കാം. എന്നാൽ അതിന്റെ വെപ്പണറി അവരുടെ ലീഡർഷിപ്പോ അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി മൈറ്റോ അതിന് സപ്പോർട്ടീവ് അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ 2-3 റീസൺസ് ഉള്ളത് കൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു സമാധാനം പ്രതീക്ഷിക്കാം എന്നാണ്. ശരി, ലോകം കാത്തിരിക്കുന്നതും അതാണ്, സമാധാനം ഉണ്ടാകണം എന്നതാണ്. ശ്രീ കേണൽ ഡിനി, ഇവിടെ നോക്കൂ, ഈ സമാധാന നീക്കങ്ങൾ ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ മൊഹ്സിൻ നഖ്വി മുജ്തബ ഖമനയെ കണ്ട് ചർച്ച നടത്തുന്നു. അദ്ദേഹത്തിന് ഒരു ലെറ്ററുമായി അദ്ദേഹം ഇറാനിലെത്തുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ആശയവിനിമയത്തിനുള്ള സാധ്യത തേടുന്നു എന്നത് അതിൽ നമ്മൾ എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കണം? മറ്റൊന്ന്, ലെബനന്റെ ആർമി ചീഫ് പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ ലെബനൻ വിഷയവും ഇറാൻ വിഷയവും അത് രണ്ടും സെപ്പറേറ്റ് ആയി തന്നെ കണ്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ശ്രമം നടത്തണം എന്നതാണ്. വൈറ്റ് ഹൗസും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളാണ് എന്നതാണ്. അങ്ങനെ ലെബനനെ മാറ്റി നിർത്തി ഒരു സമാധാന ശ്രമം എന്നത് ഇറാന്റെ കാര്യത്തിൽ സാധ്യമാകുമോ? പാകിസ്ഥാന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഒട്ടുമില്ല. പാകിസ്ഥാന്റെ നേതൃത്വമോ പാകിസ്ഥാന്റെ ഇടപെടലോ അല്ല. പാകിസ്ഥാൻ ഇവിടെ ജസ്റ്റ് ഒരു പോസ്റ്റ്മാൻ, അതിപ്പോ മാഡം പറഞ്ഞ ഒരു ലെറ്റർ കൊടുക്കുന്ന ആ രീതിയിൽ നമ്മൾ വളരെ ഓണറബിൾ ആയിട്ടുള്ള ഒരു ജോബാണ് പോസ്റ്റ്മാന്റെ. ആ രീതിയിൽ അവിടെ ഒരു രാജ്യം എന്നുള്ളതിൽ ആ പോസ്റ്റ്മാന്റെ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് അമേരിക്ക പറയുന്നത് എന്താണോ അത് ഇറാനിലേക്ക് എത്തിക്കുക, ഇറാൻ പറയുന്നത് എന്താണോ അത് അമേരിക്കയിൽ എത്തിക്കുക. അല്ലാതെ പാകിസ്ഥാന്റെ യാതൊരുവിധ ഇൻഫ്ലുവൻസ് അമേരിക്കയിലും ഇല്ല, ഇറാനിലും ഇല്ല. അത് നമുക്കറിയാം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഈ ലെറ്ററിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള റിലേഷൻ വെച്ച് കുറിച്ച് പോലും അതിനകത്ത് സംസാരമുണ്ട്. അപ്പൊ അതിനകത്ത് ആ രീതിയിൽ നമ്മളൊന്നും കാണണ്ട. പക്ഷേ ഭാരതത്തിനെ സംബന്ധിച്ചാലും ശരി, നമ്മളെ ലോകത്തായാലും ആര് എന്തായാലും ശരി, നേതൃത്വം ആയാലും ശരി, പോസ്റ്റ്മാൻ ആയാലും ശരി, ഒരു സമാധാനം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു, ഏത് രീതിയിലായാലും. അതിനകത്തൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ പാകിസ്ഥാന് ആ രീതിയിലുള്ള സ്വാധീനം ഉണ്ടോ എന്ന് വെച്ചാൽ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇല്ല. അവർ ആ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രാജ്യമല്ല. ഇനി ലെബനന്റെ വിഷയം പറയുകയാണെങ്കിൽ അത് അതിലും കൂടുതൽ സ്വാധീനം കുറവാണ്. കാരണം അവിടെ ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ പാകിസ്ഥാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം എങ്ങനെയാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ച ഇസ്രായേൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ US-ന്റെ ഭാഗത്ത് നിന്ന് തന്നെ പലപ്പോഴും പ്രഷറൈസ് ചെയ്തിട്ട് പോലും ഇസ്രായേൽ കേൾക്കുന്നില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂ തന്നെയാണ്. നമ്മളിപ്പോ സംസാരിച്ചപ്പോൾ പോലും ഇന്നലെയും ആയിട്ടൊക്കെ അവിടെ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ധാരാളം അറ്റാക്സ് നടന്നിട്ടുണ്ട്. അതായത് സ്ട്രേ അറ്റാക്സ് ആണ്, പക്ഷെ അത് നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ലെബനന്റെ സദേൺ ലെബനിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ്സും ഒക്കെ അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സെക്യൂരിറ്റി ത്രെട്ട്
നിലനിർത്തുന്നതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോഴും അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ സൈഡഡ് ആയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ജെന്യൂൻ ആണ്. അത് അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അവർ യൂസ് ചെയ്യുന്ന ഫോഴ്സ് അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സൈനികനാണ് ഞാൻ. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം പലപ്പോഴും കോലാറ്ററൽ ഡാമേജ് എന്നുള്ള നിലയിൽ ധാരാളം സിവിലിയൻസ് കാഷ്വാലിറ്റീസ് വരുന്നുണ്ട്. അതിനകത്ത് അവർ നേരത്തെ അവർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊരു മറുപടി ആയിട്ട് 10 ഇരട്ടി സിവിലിയൻസിനെ ഇല്ലാതാക്കുന്ന രീതിയിലൂടെ നമുക്ക് ആർക്കും യോജിക്കാൻ സാധിക്കില്ല. അപ്പം ഈ ഒരു കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എന്റെ കാഴ്ചപ്പാടിൽ ഇതിനൊരു സമാധാനം വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ടീമിൽ തന്നെ പല ആളുകൾക്കും അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിലോട് അല്ലെങ്കിൽ യോജിപ്പില്ല. പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി, ഇറ്റ് ഇസ് നോട്ട് US, ഇറ്റ് ഇസ് നോട്ട് ദ US ഗവൺമെന്റ് അല്ലെങ്കിൽ US-ന്റെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടി, ഇറ്റ് ഇസ് ദ പേഴ്സൺ. ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി എപ്പോഴും ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ച തയ്യാറാവും. അല്ലെങ്കിൽ അദ്ദേഹം വന്ന് ട്വിറ്ററിൽ വന്നിട്ട് നമ്മൾ ജയിച്ചു, എല്ലാം വി ഹാവ് വൺ ദ വാർ എല്ലാം എന്നുള്ള രീതിയിൽ നൗ ഹെൻസ്ഫോർത്ത് ഒന്നുമില്ല എന്ന് പറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അല്ലാതെ പാകിസ്ഥാനൊന്നും അതിനകത്ത് യാതൊരു റോളും ഇല്ല എന്നാണ് എന്റെ ഒരു അനാലിസിസ്. ശരി, തോറ്റാലും ജയിച്ചു എന്ന് അവകാശപ്പെടാൻ ഒട്ടും മടിയില്ലാത്ത വ്യക്തിയാണ് ട്രംപ്. അങ്ങനെ എങ്ങാനും ഒരു പരിഹാരം സമീപ ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും യുദ്ധത്തിൽ വിജയമൊന്നത് ഇല്ല. യുദ്ധമെല്ലാം അപഹരിക്കുകയാണ് ചെയ്യുന്നത്, പകരം ഒന്നും നൽകുകയുമില്ല. ജോസഫ് ഫാർ ലാലോയുടെ വാക്കുകൾ വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഈ 100 ദിവസത്തിലൂടെ. ആ തിരിച്ചറിവ് യുദ്ധം നയിക്കുന്നവർക്കുണ്ടാകട്ടെ, സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് നമുക്ക് ആശിക്കാം. യുദ്ധം 100-ാം ദിനം സമാധാനം അകലെയോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചത്. അതെ എന്ന് പറയുന്നു 81% പേർ, അല്ല എന്ന് പറയുന്നത് 13% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 6% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.